സ്മാർട്ട് ഫോൺ അഥവാ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് നമ്മളുടെ PC ലാപ്ടോപ്പ് അഥവാ നമ്മളുടെ കമ്പ്യൂട്ടറിലോട്ട് എങ്ങനെ സ്ക്രീൻ കാസ്റ്റ് അതുമല്ല സ്ക്രീൻ മിറർ ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഫോണിലുള്ളതിലെല്ലാം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അഥവാ PCയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാവുന്നതാണ്. ചില ലാപ്ടോപ്പ് അഥവാ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് സൗണ്ട് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ അതുമല്ല വല്ല സ്പീക്കർ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. മെറ്റയുടെ സഹായമില്ലാണ്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീൻ കാസ്റ്റ് അതുമല്ല സ്ക്രീൻ മിറർ ചെയ്യാവുന്നതാണ്. ഇതിന് വേറെ ഡിവൈസ് കാര്യങ്ങളും ഒന്നും വേണ്ട. വെറും ഒരു ആപ്പിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ സാധനം സ്ക്രീൻ കാസ്റ്റ് അതുമല്ല സ്ക്രീൻ മിറർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിതിന് എൻ്റെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പുമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ കേക്കിൻ്റെ വീഡിയോ ഫോട്ടോയും എല്ലാം രണ്ട് ലാപ്പിലും PCയിലും കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുവഴി ഡേറ്റ ഓണാക്കി നിങ്ങൾക്ക് യൂട്യൂബ് അതുമല്ല ഫേസ്ബുക്ക് അങ്ങനത്തെ നിരവധി സാധനങ്ങൾ നോക്കാവുന്നതാണ്. ഇതുവഴി ഓഫ്ലൈൻ വീഡിയോസും കാണാവുന്നതാണ്. QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മളുടെ ഫോണിലുള്ളത് എല്ലാം PCയിലോട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അതുപോലത്തെ കാര്യങ്ങളെല്ലാം കാണാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ഇതുപോലത്തെ ആപ്പുകളുടെയും സോഫ്റ്റ്വെയറിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ എടുക്കുകയാണ് വേണ്ടത്. പ്ലേ സ്റ്റോർ എടുത്തിട്ട് നമുക്കൊരു കാര്യം സെർച്ച് ചെയ്യാനുണ്ട്. ഒരു ആപ്പിൻ്റെ സഹായമുണ്ട്. അതിനായി നമ്മൾ സെർച്ച് ഞെക്കുക. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ മിറർ എന്നാണ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. സ്ക്രീൻ കാസ്റ്റ് എന്നല്ല, നമ്മൾ സ്ക്രീൻ മിറർ എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ കുറേ മണ്ട് കേട്ടോ ഫ്രണ്ട്സ്. സ്ക്രീൻ മിറർ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കുറേ മണ്ട്. അപ്പോൾ ഒരു റെഡ് കളർ നിങ്ങൾ കാണണ്ടോന്നറിയില്ല, ഒരു റെഡ് കളർ ഇതുപോലത്തെ ഇതാണ് വേണ്ടത്. സ്ക്രീൻ മിറർ സ്ക്രീൻ ഷെയറിംഗ് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. ആദ്യം ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ കുറേ റിക്വസ്റ്റും കാര്യങ്ങളും എല്ലാം വരും. ഞാനിപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോണിന് സപ്പോർട്ടറാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ PC അതുമല്ലെങ്കിൽ PC ലാപ്ടോപ്പ് അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതെടുത്തിട്ട് നമ്മൾ ക്രോം ഫയർഫോക്സ് അത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് സെർച്ചിൽ നമ്മൾ www.screenmirrorapp.com എന്നാണ്. അപ്പോൾ അതേ ഫസ്റ്റ് വണ്ടി സ്ക്രീൻ മിററിന് മാത്രമുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു QR കോഡുമായി വരും. നമ്മൾ നേരത്തെ വാട്സപ്പിൻ്റെ ഒരു കാര്യം വന്നില്ലേ, അതുപോലത്തെ ഒരു QR കോഡ് അതുപോലത്തെ ഇത് തന്നെയാണ്. ഇതിനായി വേറൊരു USB അതിൻ്റെ ഒരു സഹായമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ സൈഡിലായിട്ട് ഒരു റെഡ് ബട്ടൺ ഉണ്ട് ഫോണിൻ്റെ, അത് റെഡ് ബട്ടൺ ഞെക്കുക. ഇപ്പോൾ ഒരു കുറച്ച് ആഡുകളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ സ്ക്രീനും അതുമായിട്ട് ഇങ്ങനെ കണക്റ്റ് ആവും. കണ്ടോ, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബാക്ക് അടിച്ചാലെല്ലാം ബാക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന് നമുക്ക് നെറ്റ് വേണ്ട. നെറ്റ് വേണം, പക്ഷെ നമുക്ക് ആദ്യം മാത്രമാണ് കുറച്ച് നെറ്റിൻ്റെ ആണ് ആവശ്യമുള്ളൂ. ആ സാധനം ലോഡായി വരാൻ ആ ആപ്പും എല്ലാം ആപ്പ് മീൻസ് ആ വെബ്സൈറ്റ് എല്ലാം ഓണായി വരാവുന്ന സഹായം മാത്രമാണ് വേണ്ടുള്ളൂ. പിന്നെ നമുക്ക് നെറ്റ് ഓഫ് ആക്കാം. ഇതിൽ എൻ്റെ കയ്യിൽ സൗണ്ട് വന്നില്ല. എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ അടിച്ചു പോയതുകൊണ്ടാണ്. നിങ്ങളുടെ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ സൗണ്ട് മെല്ലെ അതുപോലത്തെ വല്ലതും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യൂട്യൂബ് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇച്ചിരി പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് ഞെക്കിയാൽ അത് 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അവിടെ വരുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, നമ്മളൊരു സ്വിച്ച് ഞെക്കിയാൽ, ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൺലൈനിലുള്ളത് വീഡിയോസ് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നെറ്റ് ഓണാക്കിയതാണ്. ഓഫ്ലൈനിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം കേട്ടോ, നെറ്റില്ലാണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഓണത്തിൻ്റെ ഒരു വീഡിയോ, തിരുവോണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല ക്ലിയർ ആയിട്ടൊക്കെ കാണാം. ഞങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയ്ക്ക് ക്ലിയർ ആവാത്തത്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. നമുക്ക് സിനിമയൊക്കെ ഇതിൽ കാണാം. സിനിമ, ഫോട്ടോസ്, വാട്സപ്പ്, ഫേസ്ബുക്ക് ഒക്കെ അതിൽ നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ഇച്ചിരി സ്ലോ ആണെന്നുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ലാപ്പിലുള്ളത് ഇച്ചിരി സ്ലോ ആണ്.
അതിന് നമ്മൾ ഫോണിൻ്റെ സ്ക്രീൻ നമ്മൾ തിരിച്ച് വെച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ആ സ്ക്രീൻ കാണാണ്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ ഒന്ന് പോസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതേ കണ്ടോ, ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവിടെ പോസ് ആവണേ. അപ്പോൾ നല്ല പൊളിയായിട്ട് നമുക്ക് എല്ലാം വീഡിയോസും സിനിമയും എല്ലാം കാണാം ഫ്രണ്ട്സ്. നല്ല സിമ്പിളായിട്ട് കാണാം.